ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇനിമേൽ നിങ്ങൾ ലജ്ജിതരാവുകയില്ല. അബ്രഹാത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ജോസഫിനെയും രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നു. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളുടെ മേൽ കർത്താവ് ആധിപത്യം ഏറ്റെടുക്കുന്നു. താഴ്മയോടെ, വിനയമുള്ള ഹൃദയത്തോടെ, പശ്ചാത്താപമുള്ള മനസ്സും ഹൃദയത്തോടെയും ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനാണ്. അവിടുന്ന് നമ്മുടെ മനസ്സിലെ ദുഃഖം അറിയുന്നവനാണ്. നമ്മുടെ നിസ്സഹായതയെ അവിടുന്ന് മനസ്സിലാക്കുന്നു. മറ്റാരേക്കാളും നമ്മെ അറിയാവുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അതിനാൽ ഭാരപ്പെടേണ്ട, വിശ്വസിക്കുക. കർത്താവിന് എല്ലാം സാധ്യമാണ്. മനുഷ്യന് അസാധ്യം, ദൈവത്തിന് സാധ്യമാണ്. അതിനാൽ നിങ്ങൾ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക, അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്നത് എന്തും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. അതിനാൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും അന്തരാത്മാവും ഒരേ ഉദ്ദേശത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിന്മേൽ ഇന്ന് തന്നെ കർത്താവ് ഇടപെടും. നിങ്ങൾ ഒരു വലിയ അത്ഭുതം കാണാൻ കർത്താവ് ഇടയാക്കും. അതിനാൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളെ ലജ്ജിപ്പിക്കുകയില്ല. നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. ഇന്നെല്ലാ മേഖലയിലും കർത്താവിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. നിർദ്ദയർ അപ്രത്യക്ഷമാവുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തിങ്കലിരുന്ന് ശാസിക്കുന്നവന് കെണിവെക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. അബ്രഹാത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിൻ്റെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു, യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, ഇനിമേൽ അവൻ്റെ മുഖം വിവരണമാവുകയുമില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, വീണ്ടും ഒരു പുതിയ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖമായി നല്ലൊരു ഉറക്കം നൽകി, വേദന അകറ്റി ഒരു നല്ല ഉറക്കം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഇന്നത്തെ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടിയും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങയോട് നിലവിളിക്കുന്ന അവരുടെ നിയോഗങ്ങൾക്ക് മേലെ ഇന്ന് നീ കാരുണ്യം ചൊരിയണമേ. ഇന്ന് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക്, പ്രത്യേകിച്ച് ആദ്യമായി ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷന് വിധേയരാകുന്നവരും
ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സ്, എല്ലാവരെയും സഹായിക്കുന്ന നഴ്സസ്, എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ സമർപ്പിച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിന്മേലും ഇന്ന് കർത്താവ് ഇടപെട്ടിരിക്കും. അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് നീതിമാനാണ്. നീതിമാനായ ദൈവം അവിടുത്തെ വിശ്വസ്തതയാൽ നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു. വിശ്വസിക്കുക, കർത്താവിന് എല്ലാം സാധ്യമാണ്. അവിടുത്തെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അവിടുത്തെ തിരുവചനത്തിൽ കൂടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയകറ്റി ശാന്തതയും സമാധാനവും കർത്താവ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങളിന്മേൽ കർത്താവ് ഇപ്പോൾ തന്നെ ഇടപെടുന്നു. ദൈവം മഹാത്ഭുതങ്ങളുടെ ദൈവമാണ്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങിയവന് കർത്താവ് സമീപസ്ഥനാണ്. അതിനാൽ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തട്ടെ. ഈ സമയം കർത്താവ് നിങ്ങളെ ശ്രവിക്കുന്ന സമയമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാനായി അവിടുത്തെ കരങ്ങൾ നിങ്ങളുടെ ശിരസിൽ വെച്ച് നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു, നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. നിങ്ങളുടെ ആന്തരിക മുറിവുകളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. ഞാൻ മരണത്തെയും ലോകത്തെയും അതിജീവിച്ച ദൈവമായ കർത്താവാണ്. നീ ഭയപ്പെടേണ്ട. ആർക്കും നിന്നെ തകർക്കാൻ സാധിക്കുകയില്ല. ആർക്കും നിനക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഏത് സമയവും നിന്റെ ഹൃദയം ദൈവത്തിലായിരിക്കുന്നത് കൊണ്ട് നീ നിന്റെ ചുറ്റുവട്ടത്തുമുള്ള പ്രശ്നങ്ങളുടെ മേൽ നീ ഭയപ്പെടരുത്. നിന്റെ കുടുംബത്തിലെ അവസ്ഥകളെ ഓർത്ത് നീ വേദനിക്കരുത്. എല്ലാം കാണുന്ന ദൈവം ഇന്ന് നിന്നെ സഹായിക്കാൻ പോകുന്നു. നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിന്റെ മക്കളുടെ കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. നിന്റെ ജീവിത പങ്കാളിയുടെ അവസ്ഥകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നീ ഭാരപ്പെടരുത്. നിന്റെ ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, വരുമാന മേഖലയിലുള്ള എല്ലാ ദുരവസ്ഥകളെയും കർത്താവിനെ ഏൽപ്പിക്കുക. നീ ശാന്തമായി ദൈവത്തിന് നന്ദി പറഞ്ഞിരിക്കുക. അവിടുന്ന് നിന്റെ മേൽ കാരുണ്യം ചൊരിയുന്ന ദിവസമാണ് ഇന്ന്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസമാണ് ഇന്ന്. കർത്താവിനെ വിളിച്ച് രാവും പകലും കരയുന്നവർക്ക് ദൈവം അസാധ്യമായത് സാധിച്ചു കൊടുക്കുന്ന ദൈവമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ അഹങ്കാരികൾ ഒരിക്കലും നിലനിൽക്കുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഹങ്കാരികൾക്ക് ഒന്നും നേടാൻ സാധിക്കുകയില്ല. കർത്താവ് വിനയമുള്ള ഹൃദയത്തിലേക്കാണ് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരം എന്നിൽ കുടികൊള്ളുന്നുണ്ടോ എന്ന് ഓർക്കുക. ഉണ്ട് എങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അത് ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നിന്റെ എളിമ കൊണ്ട് നിറയ്ക്കണമേ. ഞാൻ അഹങ്കരിക്കാനായി എനിക്കൊന്നും സ്വന്തമല്ല. എൻ്റെ ജീവൻ എൻ്റെ സ്വന്തമല്ല. എല്ലാം കർത്താവ് നൽകിയ ദാനമാണ്. അതിനാൽ ഞാൻ എന്തിന് അഹങ്കരിക്കണം എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇന്ന് നമ്മുടെ ഏതെങ്കിലും മേഖലയിൽ നമ്മുടെ ഹൃദയത്തിൽ പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ അഹങ്കാരത്തിൻ്റെ വിത്ത് ഇന്ന് നമുക്ക് ഉപേക്ഷിച്ചു കളയാം. എന്തെന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ അവിടെ അഹങ്കാരം ഉണ്ടായിരിക്കരുത്. അവിടുന്ന് നമ്മുടെ ഹൃദയം പരിശോധിച്ച് നോക്കുന്ന ദൈവമാണ്. അഹങ്കരിക്കാനായി ഒന്നുമില്ല നമുക്ക്. നമ്മുടെ സ്വന്തമായി ഒന്നുമില്ല. എല്ലാം കർത്താവിൻ്റെ ദാനമായിരിക്കെ നാം എന്തിന് അഹങ്കരിക്കണം? അതിനാൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അഹങ്കാരമുണ്ടെങ്കിൽ ആ വാക്ക് കേൾക്കുമ്പോൾ അത്ര സുഖകരമല്ലാത്ത വാക്കാണ്. എന്നാൽ പോലും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എൻ്റെ ഉള്ളിലെ അഹങ്കാരത്തെ,
എന്നേക്കുമായി നീ പിഴുതെറിയണമേ. അഹങ്കാരത്തിൻ്റെ വിത്ത് പിതാവായ ദൈവമേ, എൻ്റെ ഉള്ളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് ഞാൻ ഉപേക്ഷിക്കുന്നു. അതെന്നേക്കുമായി പിഴുതെറിയണമേ. എൻ്റെ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും പിഴുതെറിയപ്പെടും എന്ന് തിരുവചനം ഇന്ന് എന്നിൽ അന്വർത്ഥമാകണമേ. അഹങ്കാരത്തിൻ്റെ വിത്ത് എന്നേക്കുമായി അവിടുന്ന് ഉന്മൂലനം ചെയ്ത് കർത്താവേ, ഇന്ന് നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ എന്നെയും എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എക്സാം എഴുതുന്ന എല്ലാവർക്കും, CAയുടെ പരീക്ഷ എഴുതുന്നവർക്ക്, BDSൻ്റെ പരീക്ഷ എഴുതുന്നവർക്ക്, നഴ്സിംഗ് പരീക്ഷ എഴുതുന്നവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബോർഡ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും നീ അറിയുന്നുണ്ടല്ലോ. ഇപ്പോൾ നീ അവരെ കാണുന്നുണ്ടല്ലോ. അവരുടെ ഹൃദയത്തെ നീ അറിയുന്നുണ്ടല്ലോ. കർത്താവേ, നിന്റെ കാരുണ്യമുള്ള കരം കൊണ്ട് അവരെ സുഖപ്പെടുത്തണമേ, അവരെ അനുഗ്രഹിക്കണമേ. നീയല്ലാതെ ഞങ്ങളെ അനുഗ്രഹിക്കാൻ മറ്റാരുമില്ല. നീയല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല. നീയല്ലാതെ ഞങ്ങളെ സുഖപ്പെടുത്താൻ എൻ്റെ കർത്താവേ വേറെ ആർക്കും സാധിക്കുകയില്ല. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ കാഴ്ചവെക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഇന്ന് ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ നീ ഞങ്ങളെ സഹായിക്കണമേ. വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസം കാണാൻ ഇന്നത്തെ ദിവസം ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, നീ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ആത്മീയവും ഭൗതികവും വൈകാരികവും ബൗദ്ധികവുമായ സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളുടെ മേൽ ഇന്ന് കരുണ തോന്നി നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുതാപമുള്ള ഹൃദയം നൽകി, എളിമയുള്ള ഹൃദയം നൽകി, നിന്റെ സന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ യോഗ്യരാക്കുന്നതിനെ ഓർത്ത് കർത്താവെ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്നീ പ്രാർത്ഥനയിലൂടെ വലിയ ദൈവാനുഗ്രഹങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ഇന്ന് കർത്താവ് ഞങ്ങളിൽ ഓരോരുത്തരിലും ചെയ്യാൻ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം
അവിടുത്തെ മഹാത്ഭുതങ്ങളെ കാണാൻ നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്നെല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം നൽകാൻ കർത്താവ് നമ്മോടൊപ്പം പ്രവർത്തിക്കട്ടെ. അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തട്ടെ. അവിടുന്ന് നമ്മെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സമാധാനവും സന്തോഷവും ഇന്ന് നമുക്ക് ശക്തി പകരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഇത് പ്രാർത്ഥിച്ചിട്ട് മറ്റ് ഒരാൾക്കെങ്കിലും കൂടി ഇത് അയച്ചു കൊടുക്കുക. തീർച്ചയായും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്ന ഈ പ്രവർത്തനത്തിൽ കൂടി നിങ്ങൾ കൂടുതൽ അനുഗ്രഹീതരാകും. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.